സെക്കൻഡ് മോഡ്യൂൾ ഫുള്ളായി ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം എഴുതണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നമുക്ക് ആദ്യം അറിയേണ്ടത് ഒരു പോയിന്റ് എന്താ വെച്ചാൽ എന്താണ് അതിന്റെ സ്ട്രക്ചർ. നമുക്ക് എന്താണ് ഇപ്പൊ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിലും ഇപ്പൊ നമ്മളൊരു മലയാളം എടുക്കുകയാണെങ്കിലും നമുക്ക് അതിന്റെ സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇതൊരു നോർമൽ ലാംഗ്വേജ് ആണെന്നും നമ്മൾ കമ്പ്യൂട്ടറിനോട് സംസാരിക്കുകയാണ് ത്രൂ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലാംഗ്വേജ്. അതുകൊണ്ടാണ് ഇതിന് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ബിക്കോസ് നമുക്ക് മനസ്സിലാവും, പക്ഷെ മെഷീന് മനസ്സിലാവില്ല. സോ ഇൻ ബിറ്റ്വീൻ ഹൈ ലെവലും മിഷൻ ലെവൽ ലാംഗ്വേജിന്റെ ഇടയ്ക്ക് നമുക്ക് ട്രാൻസ്ലേറ്റർ ആവശ്യമില്ല. ആ ട്രാൻസ്ലേറ്റർ ആണ് കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാം, വിശ്വസിക്കുന്നു. കമ്പൈലർ എന്ന് പറയുമ്പോൾ ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യും. പക്ഷെ ഇപ്പൊ ഫുൾ കോഡ് ആണ്, ഫുള്ളി എല്ലാ ലൈൻസ് ഓഫ് കോഡ് കൊടുത്തിട്ട് അതിന്റെ കൺവേർഷൻ നടത്തും. സോ എറേഴ്സ് വിൽ ബി റിപ്പോർട്ടഡ് അറ്റ് ദ എൻഡ്. പക്ഷേ ഇന്റർപ്രറ്ററിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇറ്റ് വിൽ ടേക്ക് ലൈൻ ബൈ ലൈൻ. ഒരു ലൈൻ കഴിഞ്ഞിട്ട് കൺവേർഷൻ നടക്കുന്ന സമയത്ത് ഇഫ് ദർ ഈസ് എൻ എറർ അപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്ത് വി നീഡ് ടു കറക്റ്റ് ഇറ്റ്. അങ്ങനെയാണ് അത് പോണത്. അങ്ങനെയാണ് കമ്പൈലർ ഇന്റർപ്രറ്ററും വരുന്നത്. അപ്പം ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു ഫോർമാറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സിൻടാക്സ്. നിങ്ങൾ ഇംഗ്ലീഷിൽ ഗ്രാമർ എന്ന് പറയുന്ന പോലെയാണ് കമ്പ്യൂട്ടറിൽ സിൻടാക്സ് എന്ന് പറയുന്നത്. അതായത് ആ എഴുതി വെച്ചത് മാത്രമേ മിഷന് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ ആ കറക്റ്റ് ഫോമിൽ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ മിഷൻ അതൊരു ഡിഫറൻസ് ആണായിട്ട് കാണും. അപ്പൊ നിങ്ങൾക്ക് എറർ വരും. അതുകൊണ്ടാണ് സിൻടാക്സുകൾ പഠിച്ചു വെക്കുക എന്ന് പറയുന്നത് നമ്മള്. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട്, ഞാൻ ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ടത് ഏറ്റവും ബേസിക് സ്ട്രക്ചർ ഓഫ് സി എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന ഈ ഒരു ഇമേജ് ആണ്. ഓക്കെ, സോ അതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. എന്താണ്, എന്തൊക്കെ കുറെ സിമ്പലുകളൊക്കെ കാണാറുണ്ട് അല്ലെ നിങ്ങൾക്ക്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു പ്രോഗ്രാമിൽ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ സെറ്റ് ആണ്. ക്യാരക്ടർ സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ആൽഫബറ്റ്സ് ആവാം. അത് ആൽഫബറ്റ്സ് എന്ന് പറയുമ്പോൾ അത് ലോവർ കേസ് ആവാം, അപ്പർ കേസ് ആവാം, ഡിജിറ്റ്സ് ആവാം, പിന്നെ സ്പെഷ്യൽ സിമ്പിൾസ് ആവാം, വൈറ്റ് സ്പേസസ് ആവാം. അപ്പൊ ഇങ്ങനത്തെ എല്ലാം കൂടി നിൽക്കുന്നതാണ് എന്ത് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ഈ ക്യാരക്ടർ സെറ്റ് എന്നാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക ടോക്കൺസ് എന്നുള്ള വേർഡ്. ടോക്കൺസ് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് നമ്മൾ ടോക്കൺ എന്ന് വിളിക്കുക. ഓക്കെ, ഈ ടോക്കണിനെ തന്നെ പല രീതിക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോവാത്തത് എന്താ വെച്ചാൽ ഏറ്റവും ബേസിക് കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊന്നും പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. എന്നാൽ കൂടി ഞാൻ ഒന്ന് ഓവർവ്യൂ പറഞ്ഞുതരാം. ടോക്കൺസ് എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ പല രീതിക്ക് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കീവേർഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. പങ്ക്ച്വേറ്റേഴ്സ് മീൻസ് സ്പെഷ്യൽ സിമ്പിൾസ്, കോൺസ്റ്റൻസ്, അങ്ങനെ കുറെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ചില വേർഡുകൾ നമ്മൾ പ്രോഗ്രാമിൽ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേറെ ഒന്നുമായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. അങ്ങനെ യൂസ് ചെയ്യാൻ പാടാത്ത വേർഡുകളെയാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയാം. റിസർവ്ഡ് വേർഡ്സ്, സ്പെഷ്യൽ വേർഡ്സ് റിസർവ്ഡ് ഇൻ ദ മെമ്മറി ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് കീവേഡ്സ്. അപ്പൊ ഒരു പ്രോഗ്രാമിൽ കീവേഡ് ഇല്ലാണ്ട് ഒരിക്കലും ഒരു പ്രോഗ്രാം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിഫറെന്റ് കളറിലായിരിക്കും നോർമലി ആ കീവേഡ്സുകൾ വരിക. ഇപ്പൊ വോയിഡ് എഴുതുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഇന്റ് എഴുതുമ്പോഴൊക്കെ നിങ്ങൾ കളർ ചേഞ്ച് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാ വെച്ചാൽ അത് ഓൾറെഡി ഡിക്ഷണറി ഉള്ള വേർഡ് ആണ്. അങ്ങനത്തെ വേർഡ്സുകളാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ഐഡന്റിഫയർ, പേര് തന്നെ അറിയാം. നമുക്ക് ഏറ്റവും അറിയേണ്ട ഒരു പോയിന്റ് എന്താ, ഒരു കമ്പ്യൂട്ടറിൽ നമുക്കൊരു പ്രോഗ്രാമിനെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു പ്രോഗ്രാമിൽ ഒരു വാല്യൂ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സംതിങ് ഷുഡ് ബി ദെയർ അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു വെള്ളം വെക്കണം അല്ലെങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്യണം. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഗ്ലാസ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ബോട്ടിൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ജഗ് യൂസ് ചെയ്യും, മഗ് യൂസ് ചെയ്യും. പല രീതിക്ക് യൂസ് ചെയ്യാം അല്ലെ. പലതും വേണം നമുക്ക് സ്റ്റോർ ചെയ്യാൻ. അതേപോലെ നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് വാരിയബിൾ. ഇപ്പോഴും പലർക്കും അറിയില്ല വാരിയബിൾ എന്താ. വാരിയബിൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യണം. പ്രോഗ്രാം എന്തിനാണ്ടാക്കണേ, നമുക്ക് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്ത് നമ്മളൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടറിൽ ഒരു പണി ചെയ്യാൻ പറയുന്നത് അല്ലെ. ആ കമ്പ്യൂട്ടർ പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങൾ കൊടുക്കണം ഇൻപുട്ട് ആയിട്ട്. ആ ഇൻപുട്ടുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൊക്കേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാരിയബിൾ എന്ന് പറയുന്നത്. വാരിയബിൾ. സോ ഈ വാരിയബിൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും, ആ പ്രോസസ് ആണ് ഐഡന്റിഫയർ എന്ന് പറയുന്നത്. ഹൗ വി ഐഡന്റിഫൈ, ബിക്കോസ് എന്നെ ഇപ്പൊ ഐഡന്റിഫൈ ചെയ്യുന്നത് ദിവ്യ എന്നുള്ള പേരിലാണ്. ബിക്കോസ് എന്നെ ഐഡന്റിഫൈ ചെയ്യാൻ എനിക്ക് സ്വന്തമായിട്ട് ഒരു പേരുണ്ട്. അതേപോലെ നമ്മുടെ പ്രോഗ്രാമിൽ ഒരുപാട് വാല്യൂസ് സ്റ്റോർ ചെയ്യാണ്ടാവും. ഈച്ച് വാല്യൂനെ മറ്റേതായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐഡന്റിഫയർ. ദ വേ ഓഫ് റെപ്രസെന്റിങ് എ വാരിയബിൾ ഓർ എ ഫംഗ്ഷൻ ഈസ് കോൾഡ് ആസ് ഐഡന്റിഫയർ. ചുമ്മാ നമുക്ക് അങ്ങനെ പേര് കൊടുക്കാൻ പറ്റില്ല. പേര് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ആലോചിക്കേണ്ട 2-3-5 കാര്യങ്ങളുണ്ട്. ഒന്നെന്താ, കൊടുക്കുന്ന പേര് ഒരിക്കലും ഒരു കീവേഡ് ആവാൻ പാടില്ല. ഒരിക്കലും ആ വേർഡ് ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് സ്റ്റാർട്ട് വിത്ത് എ ഡിജിറ്റ്. ഇറ്റ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ എക്സ്ട്രാ സ്പേസസ് ആൻഡ് സ്പെഷ്യൽ സിമ്പിൾസ്. സ്പെഷ്യൽ സിമ്പിൾസുകൾ ഒന്നും പാടില്ല. വൈറ്റ് സ്പേസുകൾ പാടില്ല. ഇപ്പൊ ഓൺലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ എന്ന് പറയുന്നത് അണ്ടർസ്കോർ മാത്രമാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും കൊടുക്കുന്ന സമയത്ത് അതെന്റെ പേഴ്സണൽ ഒരു എന്താ പറയാ
ഒരു സജഷൻ ആണ്, ഓൾവേസ് ഗീവ് എ നെയിം വിച്ച് ഇസ് റിലേറ്റഡ് ടു ദ പ്രോഗ്രാം എന്തിനാണ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള പേരുകൾ കൊടുക്കാൻ നോക്കുക വേരിയബിൾ, ബിക്കോസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇപ്പൊ സമ്മ് ചെയ്യുമ്പോൾ നമുക്ക് സമ്മ് എന്ന് പറഞ്ഞ കീവേഡ് സമ്മ് എന്ന് പറഞ്ഞ വാരിയബിളിന്റെ നെയിമിനെ കൊടുക്കാം അല്ലെ, ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്താൽ യൂസർക്കും മാത്രമല്ല പ്രോഗ്രാമർക്കും, അത് പ്രോഗ്രാമർ അങ്ങനെ കൊടുക്കുമ്പോൾ യൂസർക്ക് അത് മനസ്സിലാവും ആ പ്രോഗ്രാം എന്താ ചെയ്യുന്നത്. സോ അതാണ് ഐഡന്റിഫയർ. പിന്നെ നമുക്ക് കുറച്ച് പോയിന്റുകളൂടെ ഉണ്ട്, ലിറ്ററൽസ്, കോൺസ്റ്റൻസ്, പിന്നെ ഓപ്പറേറ്റേഴ്സ്, അതിലേക്കൊക്കെ പോവാം. ആദ്യം നിങ്ങൾ ഈ സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാം പഠിക്കുക. സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാമിൽ ആദ്യം എപ്പോഴും ഒരു ഹാഷിംഗ് STD IO.h ഉണ്ടാവും, അതാണ് ഹെഡർ എന്ന് പറയുന്നത്. ചിലപ്പോൾ പ്രീ പ്രൊസസർ ഡയറക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ് 3 മാർക്കിന് ക്വസ്റ്റ്യൻ വയ്ക്കാം. പ്രീ പ്രൊസസർ ഡയറക്റ്റീവ് എത്രയേ ഉള്ളൂ, നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്ട്രാ പാക്കേജുകൾ നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ഒരു പ്രീ പ്രൊസസ് ഡയറക്റ്റീവ് ആയിട്ട് കൊടുക്കുന്നത് ഹാഷിംഗ് STD IO.h. ഇപ്പൊ സ്ട്രിംഗ് ആണ്, സ്ട്രിംഗ് ഫംഗ്ഷൻസ് ആർ യൂസിങ് ഹാഷിംഗ് string.h. അങ്ങനത്തെ സാധനങ്ങളുണ്ട്. Conio.h ഒക്കെ C++ലൊക്കെ വരും. അപ്പൊ അങ്ങനെ വരുന്നതാണ് എന്ത് പ്രീ പ്രൊസസ് ഡയറക്റ്റീവ് അല്ലെങ്കിൽ ഹെഡർ. എപ്പോഴും നമുക്കൊരു പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ മെയിൻ ഫംഗ്ഷൻ എന്തൊക്കെ ഉണ്ടാവാം, ഒന്നില്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വോയിഡ് മെയിൻ എന്ന് പറഞ്ഞു കൊടുത്താലും മതി. ഓക്കെ, ഇവിടെ നമ്മളിപ്പോ ഈ കൺസിഡറേഷൻ നോക്കണ്ട, മെയിൻ ആയിട്ട് വോയിഡ് സ്പേസ് മെയിൻ കൊടുക്കും, ബ്രാക്കറ്റ്സിൽ ഒന്നും കൊടുക്കില്ല, പിന്നെ കേർലി ബ്രേസ് ഓപ്പൺ ചെയ്യും ക്ലോസ് ചെയ്യും. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഒരു വ്യത്യാസം ഞാൻ പറയാം, വോയിഡ് മെയിൻ ആണ് കൊടുക്കുന്നത് വെച്ചാൽ റിട്ടേൺ 0 എന്നുള്ളത് ആവശ്യമില്ല. ഓക്കെ, ബിക്കോസ് അത് റിട്ടേൺ ഒന്നും ചെയ്യില്ല, അതിന്റെ അർത്ഥം അതാണ്. വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ വോയിഡ് മെയിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ റിട്ടേൺ 0 അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ എനിക്ക് ഇത്രയും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് ബേസിക് സ്ട്രക്ചർ. അറ്റ്ലീസ്റ്റ് ഇത് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഒരു സി പ്രോഗ്രാം എഴുതാന്നുള്ളത്. ഓക്കെ,